അമേരിക്കയ്ക്ക് മുന്നറിയിപ്പുമായി ഇറാൻ. ഒരു കാരണവശാലും ഈ പോരാട്ടം അവസാനിക്കില്ല എന്ന കൃത്യമായിട്ടുള്ള സൂചനയാണ് ഇറാൻ ഇപ്പോൾ ലോകത്തിന് മുന്നിൽ നൽകുന്നത്. ഗൾഫ് കടലിൽ അമേരിക്കൻ കപ്പലുകൾ മുക്കുമെന്നും തങ്ങളുടെ രാജ്യം ആക്രമിക്കപ്പെട്ടാൽ കണ്ണിന് പകരം കണ്ണ് എന്നായിരിക്കില്ല, മറിച്ച് കണ്ണിന് പകരം തല എന്നതായിരിക്കും തങ്ങളുടെ മറുപടി എന്നും ഇറാന്റെ സൈനിക നേതൃത്വം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കടുത്ത മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഇറാന്റെ പുതിയ സൈനിക ഉപദേഷ്ടാവും മുൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് കമാൻഡറുമായിട്ടുള്ള മൊഹസെൻ റസായിയാണ് ട്രംപിന് ഈ അന്ത്യശാസനം നൽകിയിരിക്കുന്നത്. ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ അമേരിക്കയെ പൂർണ്ണമായും സ്തംഭിപ്പിക്കുമെന്ന് IRNAക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. ഗ്രേറ്റർ ഇസ്രയേൽ എന്ന സ്വപ്നവുമായി ഇസ്രയേൽ ഭരണകൂടം ട്രംപിനെ യുദ്ധത്തിലേക്ക് വലിച്ചെടുക്കുകയാണെന്നും ട്രംപ് ഇപ്പോൾ അമേരിക്കൻ കമാൻഡർമാർക്കും ഇസ്രയേലിനും ഇടയിൽ ആശയക്കുഴപ്പത്തിലാണെന്നും റസായി പരിഹസിച്ചു. കാനഡയെയും ഗ്രീൻലാൻഡിനെയും ഭീഷണിപ്പെടുത്തിയതിലൂടെയും വെനസ്വേലൻ മുൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ പിടികൂടിയതിലൂടെയും അമേരിക്കൻ ഏകാധിപത്യം അതിന്റെ പാരമ്യത്തിലെത്തിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അമേരിക്കയെ ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കാൻ ഇനി അധികം സമയമില്ല. നിലവിലെ ഉപരോധങ്ങൾ പൂർണ്ണമായും പിൻവലിക്കുകയും നാശനഷ്ടങ്ങൾക്ക് മതിയായ പരിഹാരം കാണുകയും ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾ ആവർത്തിക്കില്ല എന്ന അന്താരാഷ്ട്ര ഉറപ്പ് ലഭിക്കുകയും ചെയ്യുന്നത് വരെ ഈ യുദ്ധം അവസാനിക്കില്ല എന്നാണ് ഇറാന്റെ അസന്നിഗ്ധമായിട്ടുള്ള പ്രഖ്യാപനം. ഇറാന്റെ ഈ കടുത്ത മുന്നറിയിപ്പുകൾ വരുന്നത് തികച്ചും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ്. കാരണം മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിനായി അമേരിക്കയും ഇറാനും തമ്മിൽ വളരെ നല്ലതും ഫലപ്രദവുമായ ചർച്ചകൾ ആരംഭിച്ചതായി കഴിഞ്ഞ തിങ്കളാഴ്ച ട്രംപ് അവകാശപ്പെട്ടിരുന്നു. ചർച്ചകൾ തുടരുന്നതിനായി ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്താനിരുന്ന സൈനിക ആക്രമണങ്ങൾ 5 ദിവസത്തേക്ക് നിർത്തിവെക്കാൻ അമേരിക്കൻ പ്രതിരോധ വകുപ്പിന് താൻ നിർദ്ദേശം നൽകിയതായും അദ്ദേഹം തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായിട്ടുള്ള ട്രൂത്ത് സോഷ്യലിലൂടെ അറിയിച്ചിരുന്നു. യുദ്ധം 4 ആഴ്ച പിന്നിടുമ്പോൾ സംഘർഷത്തിന് അയവ് വരുന്നു എന്നതിന്റെ ആദ്യ സൂചനയായിട്ടാണ് ലോകം ഇതിനെ നോക്കിക്കണ്ടത്. എന്നാൽ അമേരിക്കയുടെ ഈ സമാധാന വാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ഇറാൻ ഇപ്പോൾ. അമേരിക്കയുമായി യാതൊരുവിധ ചർച്ചകളും നടത്തിയിട്ടില്ലെന്നും ട്രംപിന്റെ പ്രസ്താവനകൾ വെറും വ്യാജ വാർത്തകൾ മാത്രമാണെന്നും ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബഗേർ ഗാലിബാഫ് വ്യക്തമാക്കി. ആക്രമികൾക്ക് പൂർണ്ണവും പശ്ചാത്താപവും നിറഞ്ഞതുമായിട്ടുള്ള ശിക്ഷ നൽകണമെന്നാണ് ഇറാനിയൻ ജനത ആവശ്യപ്പെടുന്നതെന്നും പരമോന്നത നേതാവിന് പിന്നിൽ രാജ്യത്തെ എല്ലാ ഉദ്യോഗസ്ഥരും ഉറച്ചു നിൽക്കുന്നുവെന്നും ഗാലിബാഫ് എക്സിലെ കുറിപ്പിൽ പ്രതികരിച്ചു. സാമ്പത്തിക എണ്ണ വിപണികളെ സ്വാധീനിക്കാനും അമേരിക്കയും ഇസ്രയേലും അകപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാനുമാണ് ഇത്തരം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് എന്നാണ് ഇറാന്റെ ഔദ്യോഗികമായിട്ടുള്ള നിലപാട്. അമേരിക്കൻ പ്രസിഡന്റ് ഇറാന്റെ തിരിച്ചടി ഭയന്ന് പിന്മാറുകയാണ് ചെയ്തതെന്നും ഇറാന്റെ ചില മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചുരുക്കത്തിൽ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് നടത്തുന്ന നീക്കങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കാൻ ഇറാൻ തയ്യാറല്ല എന്ന് തന്നെയാണ് ഈ സംഭവങ്ങൾ തെളിയിക്കുന്നത്. കഴിഞ്ഞ 47 വർഷമായി തുടരുന്ന ശത്രുതയുടെയും മുൻകാലങ്ങളിൽ ഇറാൻ നേരെ സദ്ദാം ഹുസൈനുമായി നടത്തിയ യുദ്ധത്തിൽ അമേരിക്ക നൽകിയ സഹായത്തിന്റെയും പശ്ചാത്തലത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് നീട്ടുന്ന സമാധാന നീക്കങ്ങളെ ഇറാൻ സംശയത്തോടെയാണ് കാണുന്നത്. ചുരുക്കത്തിൽ അമേരിക്ക ഒരു വശത്ത് ചർച്ചകൾക്ക് തയ്യാറാണെന്ന് പറയുമ്പോഴും തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല എന്ന ഉറച്ച നിലപാടിലാണ് ഇറാൻ. ഇത് മിഡിൽ ഈസ്റ്റിൽ യുദ്ധഭീതി വരും ദിവസങ്ങളിൽ കൂടുതൽ സങ്കീർണമാക്കാനാണ് സാധ്യത. ന്യൂസ് ഡെസ്ക് മലയാളം.